ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്ലീനിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായത്. അപ്പം ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ പിന്നെ ഓർഗനൈസേഷൻ വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഏകദേശം എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് മൊത്തത്തിൽ നിന്ന് ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ മുകളിലും താഴെയൊക്കെ ആയിട്ടൊക്കെ ഡീപ്പ് ക്ലീനിങ്ങും ചെയ്തു കഴിഞ്ഞു. വാർഡ്രോബ് ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് അവസരങ്ങൾ വരും, അപ്പോഴൊക്കെ ചെയ്യാം. നമ്മുടെ നോമ്പും അതുപോലെ തന്നെ ക്ലീനിങ്ങും പരിപാടിയും കുട്ടികളുടെ എക്സാമും എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈമിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ ടൈം കിട്ടില്ല. പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ചെറിയ ഇതായിട്ടുണ്ടായിരുന്നു. അതാണ് പറ്റിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രീസർ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കൗണ്ടർ ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഫ്രീസറിലെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ടു. അതുപോലെ തന്നെ നമ്മൾ നോമ്പിനെന്തായാലും ക്ലീൻ ചെയ്യുന്നില്ല, ഇതുകൊണ്ട് കുറച്ചായി നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയി. പിന്നെ ഒരു ഫുഡൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഒരു 11 മണിയല്ല, ഒരു 12 മണി ആയിട്ടുണ്ടാവും നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കൗണ്ടർ ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്ത് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ഉമ്മയും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഫ്രിഡ്ജല്ലേ, അപ്പോൾ സാധനങ്ങളൊക്കെ അധികം നേരം അങ്ങനെ പുറത്തിട്ടിട്ട് ഇത് വെക്കാൻ കഴിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ എല്ലാം തിരിച്ച് വെക്കേണ്ടതായതുകൊണ്ട് നമ്മൾ രണ്ടുപേരുമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. ജസ്റ്റ് വിമ്മിട്ടിട്ട് നമുക്കൊന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലീനായിട്ട് കിട്ടും, നമുക്കൊരു സമാധാനം, നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ തുടച്ചെടുക്കുമ്പോൾ അപ്പോൾ ആ തുണി വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടാണ് അതിൽ ആ തുണിയൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് നല്ല എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പാല് മറിഞ്ഞതിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിലത്ത് ക്ലിയറായി പോയിക്കോളും. എന്തെങ്കിലും സ്മെല്ല് വരുന്നില്ലാന്നെങ്കിൽ ക്ലിയറായിട്ട് പോയിക്കോളും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ സ്മെല്ലിൻ്റെ ഒന്നും കാര്യമില്ല, എന്നാലും ഒരു വിനാഗിരിയൊക്കെ ഇട്ടിട്ട് തുടക്കുമ്പോൾ ഒരു നല്ലൊരു ഇതല്ലേ. അതുപോലെ നമ്മൾ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അധികവും പിന്നെ പഴയ സാധനം എന്തെങ്കിലും, ഡേറ്റ് തീർന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും മസാലകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1 ടൈം യൂസ് ചെയ്തിട്ട് വെച്ചതായിരിക്കും, പക്ഷെ നമ്മളത് അങ്ങനെ വെച്ച് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യൽ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ടൈമിലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ചോക്ലേറ്റ് വലിച്ചിട്ടത്, അല്ലെങ്കിൽ എന്താ പറയുക, ഐസ്ക്രീംസ് ഉണ്ട് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ എടുത്ത് കഴിക്കുമ്പോൾ അവിടെ സ്പ്ലിറ്റായത്, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. അപ്പം താഴ്ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയാണ്. മുകളിലത്തെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ എല്ലാം ഗ്ലാസ്സൊക്കെ തുടച്ചിട്ട് തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു. ഡബ്ബയും അതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച എല്ലാ ഡബ്ബകളും എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴ്ഭാഗം ക്ലീൻ ചെയ്യലാണ്. അപ്പം നമ്മുടെ മോനും കൂടിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഡബ്ബ എടുത്ത് വെക്കുന്നവറും ബോട്ടിലെടുത്ത് വെക്കുന്നവറും അവനും ഒരുമിച്ച് കൂടും.
അപ്പോൾ ഹെൽപ്പ് ഡബിൾ ആവുന്നേ ഉള്ളൂ, നമുക്ക് രണ്ട് പണി ഡബിൾ പണിയാക്കി തരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ഉമ്മയും പെട്ടെന്ന് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ കൂടി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവനെ നോക്കലും ഇവനോരോന്ന് വന്ന് വലിച്ചിടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണി അധികരിക്കല്ലാണ്ട് പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറച്ച് അവനെ നോക്കിക്കൊണ്ടും അവനെടുക്കുന്നവർ നമ്മൾ തിരിച്ച് വെക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് എന്തെങ്കിലും ഫുഡ് ബാക്കി വന്ന എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സോ അങ്ങനെയൊന്നും നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിച്ചൊക്കെ അല്ല. ജസ്റ്റ് എന്തെങ്കിലും പച്ചക്കറികൾ അങ്ങനെയൊക്കെ വെച്ചൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ താഴ്ഭാഗം ഒന്ന് തുടച്ച് എടുത്തതിന് ശേഷം ഞാനിത് എൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് അതിൻ്റെ തട്ടുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഫ്രീസറിൽ ഉള്ള പോലെ അങ്ങനെ കട്ടിയിലൊന്നും അങ്ങനെയൊന്നും സ്ക്രബ് ചെയ്യേണ്ട ഉണ്ടായിട്ടില്ല. നമ്മൾ താഴെ ഡെയിലി അങ്ങനെ കാണുമ്പം അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. വലിങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പഞ്ചിട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. ഫ്രിഡ്ജ് നല്ല സാധനം ഒതുക്കി വെക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആവശ്യം വരുന്നത് നമ്മുടെ വീട്ടിലെങ്ങനെയാണ് യൂസേജ് ഉള്ളത് അതുപോലെ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങൾ ഞാൻ ആ ഡോറിൻ്റെ സൈഡിൽ തന്നെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊന്നും കാര്യമായിട്ട് പെട്ടെന്നൊന്നും ആവശ്യമില്ലാത്തത് അങ്ങോട്ട് മേലെ കയറ്റി വെക്കും, കുറച്ച് ഉള്ളോട്ടായിട്ട് വെക്കും. അങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കുന്ന ധൃതിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് എടുക്കാനും കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ തുടക്കലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഗ്ലാസ്സൊക്കെ കഴുകിയിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം തിരിച്ച് സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കുകയാണ്, ലോഡ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് കഴിഞ്ഞു പോയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കേണ്ടത് വെച്ചു, അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് താല്പര്യമുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കൊക്കെ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.